നിനക്ക് പേടി തോന്നണ്ട? അതിലെ രണ്ടെണ്ണം അടിച്ചത്. ആ എന്ത് പേടി? മിണ്ടാതെ കൂടെ നടക്ക്. വാ. ഇത് പുഷാണോ പുള്ളാണോ? എന്നാ വലിച്ചു നോക്ക്. ശരിക്കും തന്നെ നോക്ക്. ഇനിയിപ്പോ എന്ത് ചെയ്യും? വാ നോക്കാം. അല്ല ഇതിപ്പോ തോക്കെടുത്ത് വെടിച്ചാ പോരെ? പോരെ? അപ്പൊ നാട്ടുകാർ കേൾക്കൂലേ? ഇവിടെ എന്ത് ചെയ്യാനാണ്? നിനക്ക് റേഞ്ചർ വാസ് പറഞ്ഞ കഥ ഓർമ്മയുണ്ടോ? ആ സർക്കസുകാരൻ എങ്ങനെ ഇതിനകത്ത് കയറിയത്? മേളിൽ കൂടെ. കയറിട്ടെ. ഭ്രാന്തരാ. പിടിച്ചോ. ഓക്കെ. ഐറ്റംസ് ഉണ്ടടാ. കണ്ണം തുറന്നിരിപ്പുണ്ട്. കയറെടുക്കടാ. അവരിവിടെ ഒന്നുമില്ല. എന്നാ നീ വേഗം ഇറങ്ങ്. റെഡി. ചേട്ടായി സൂക്ഷിച്ച് ജ്യൂസാക്ക്. തിരിച്ചു വലിക്കാൻ. വലിക്കാൻ. വലിക്കണം. എന്താ ചേട്ടായി? നാട്ടുകാർ വേണം. ഇങ്ങോട്ട് തന്നെ പോന്നത്. നിനക്ക് ഉറപ്പുണ്ടോ? ആ, ഞാൻ എന്നെ കണ്ണുകൊണ്ട് കണ്ടല്ലേ. മാറി മെമ്പറേ, ഏറുമാടത്തിൽ പോയി നോക്കി. അവന്മാര് അവിടെ ഒന്നും ഇല്ല.
ഇങ്ങോട്ട് വരാൻ. എന്തിനാണ് വരാൻ? വെടി കൊണ്ടു കാണൂ. അത് ഏയ് കൊള്ളാൻ വഴിയില്ല. ഈ നിങ്ങൾ എന്ത് പണിയാ കാണിച്ചേ? ഒരു കണക്കിന് ആ പുലി ഇവിടെ കൊണ്ടെത്തിച്ചോ, എല്ലാം കൊളമാക്കിയില്ലേ അല്ലേ? ഇങ്ങനെ ഒച്ചപ്പാടും വെള്ളം ഉണ്ടാക്കിയിട്ടാണ് പുലിനെ പിടിക്കാൻ വന്നത്. ഒന്നില്ലെങ്കിൽ നിങ്ങൾ പുലിയെ പിടിക്കും, ഞങ്ങൾ പോയേക്കാം. അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നത് അനുസരിക്കും. ഇങ്ങനെയുണ്ടോ നാട്ടുകാരി? ബുദ്ധിയില്ല. ഒന്നുമില്ല. അല്ല അത് എടാ വന്ന് കിടക്കാൻ നോക്ക്, പായ വിരിച്ചിട്ടുണ്ട്. പായേ ഇങ്ങോട്ട് വരാൻ. അങ്ങോട്ട് കൊണ്ടുവരണോ? കൊണ്ടുവരാലോ. ഇങ്ങോട്ട് മാറി കിടക്ക. കിടക്കാട്ടാ. ഞങ്ങൾ പോയേക്കുവാ. ഇനി പുലിയെ പിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ആളാ മാറിക്കും. മനുഷ്യന്റെ സമയം അങ്ങോട്ട് പ്രകടനമായിട്ട് ഇറങ്ങിയേക്കും. പുലിക്ക് ചോറ് എടുത്തോ? ചോറ് അത് വന്നേ. ഞാൻ വിരിച്ച പായലാരി കിടക്കും. അതെ കിടത്താവാ. ഓ ഇത്രയും അടുത്ത് പുലിയെ കാണുന്നത് ആദ്യ. ദൈവം കാത്തു. അയ്യോ അല്ലായിരുന്നെങ്കിൽ പുലിയെ ജീവനോടെ പിടിക്കാനുള്ള പരിപാടിയായിരുന്നു അവര് പറയണത്. ഏടെ ജീവനോടെ അല്ലാതെയോ അതിനെ എങ്ങനെയെങ്കിലും പിടിക്കുന്ന എനിക്ക് കാണണം. ഒരു കാര്യം ഉറപ്പാ, അവന്മാർ അതിനെ പിടിക്കും. ഒരു ചില്ലറക്കാരൊന്നുമല്ല. നിങ്ങളൊക്കെ കൂടി അവന്മാരെ പൊക്കി പിടിച്ചോണ്ടിരുന്നോ? എനിക്കെന്തോ അവന്മാർ പറഞ്ഞ കാര്യങ്ങളിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും പുലി ഇരുന്ന കാട്ടിൽ കയറി ആരും ഒരു കള്ളത്തരത്തിന് മുതിരില്ല. അത് മെമ്പർ പറഞ്ഞാ വിക്ടറേ, നീ എന്നെ ഒന്ന് വീട്ടിലോട്ടാക്കിത്താ. നമ്മുടെ കുറി വിളിക്കാനുള്ള ഡേറ്റ് ഒക്കെ അടുത്തോണ്ടിരിക്കുക. കണക്കൊക്കെ ഒന്ന് നോക്കണം. പോയിട്ട് മെമ്പർ പടവേ പോട്ടെ മെമ്പറേ. ഈ വരുത്തന്മാർ രണ്ടുപേരും കൂടി നാട്ടുകാരുടെ സമ്പാദ്യം കൊണ്ട് മുങ്ങുമെന്ന് എന്റെ പേടി. ഒന്നും രണ്ടുമല്ല, ലക്ഷങ്ങള്. ഒന്ന് പോടാ. ഇത്രയും നാളും വാസു തന്നെയല്ലേ സമിതിയുടെയും കുറിയുടെയും കാര്യങ്ങളൊക്കെ നോക്കിയത്. എന്നിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടായോ? ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ചേട്ടാ തേൻമിഠായി. അയ്യോ മോളെ, തേൻമിഠായി തീർന്നുപോയി. ഉള്ളത് മുഴുവൻ ആ വേട്ടക്കാരൻ പയ്യൻ വാങ്ങിച്ചുണ്ട്. അതെ എന്താ എന്നാ പറ്റി രേവതി കൊച്ചേ? തേൻമിഠായി കിട്ടിയില്ല. അയ്യോ നോക്കി പേടിപ്പിക്കണ്ട, ഞാൻ തരാം. എന്ത് തേൻമിഠായി? എനിക്കൊന്നും വേണ്ട. വെറുതെ വേണ്ട. ആ കടക്കാരന് കൊടുക്കാൻ പറ്റാൻ കാശില്ലേ? അതിങ്ങോട്ട് തന്നു മതി. വേണേ പറയില്ലെങ്കിൽ ഇപ്പൊ ഞാൻ കളയൂട്ട. അയ്യോ കളയണ്ട. എന്നാ പിന്നെ വാങ്ങ്.